ഗൈസ്, അവിടെ നിന്ന് മുത്തുമണി വരുന്നുണ്ട്, ആരാന്നറിയില്ല കേട്ടോ. അവിടുന്ന് ഗ്രീൻ സിഗ്നലാണ്, സിഗ്നൽ ഗ്രീനാണ്. ഇന്നിപ്പോൾ നമ്മൾ ഫ്രണ്ട് കോച്ചിൽ കയറും, നമ്മൾ പാസഞ്ചറിൽ പോവാണ്. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയുക, പല പല ജീവിതങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, യാത്രകളിലായാലും റിയൽ ലൈഫിലായാലും ഒക്കെ. പക്ഷേ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുമ്പം ഒത്തിരി വിഷമം തോന്നുന്നൊരു കാര്യമാണല്ലോ. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ല എന്ന് പറയുന്നത് ശരിയാണ്. പലപ്പോഴും ഈ പല ഇപ്പം നമ്മുടെ നാട്ടിൽ പരക്കെയൊരു അഭിപ്രായമുണ്ട്, പെൺകുട്ടികളുടെ ജീവിതം ഭയങ്കര അടിപൊളിയാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് ഒക്കെ ശരിയാണ്. പക്ഷെ പെൺകുട്ടികളിലും ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടുന്ന എന്ത് പണി ചെയ്യാനും അവർ മടിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ വെയിലും മഴയും വക വെച്ചിട്ട് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. നമ്മുടെ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് സാർമാരെ പോലെ തന്നെ. ശരിക്കും നമ്മുടെയൊക്കെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ്. ഇവരുടെ ജീവിതങ്ങൾ കണ്ടിട്ടാണ് പലപ്പോഴും നമുക്ക് ജീവിക്കാനൊരു ഇൻസ്പിറേഷൻ ആവുന്നത്. സത്യം പറഞ്ഞു, ആ കുട്ടിയുടെ കാര്യം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം, എന്താണ് സംഭവം എന്നുള്ളത്. എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി, സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ സഹായിക്കും എന്നുള്ളതൊരു വിഷമമുള്ള കാര്യമായിരുന്നു. നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. എന്തോ അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോവുക ചിലപ്പോഴൊക്കെ. അപ്പോൾ അടുത്ത വണ്ടി ക്രോസിങ്ങിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ട്രെയിൻ ഈസ് ഗോയിങ് ടു ക്രോസസ്. അപ്പോൾ എന്താ പറയുക, ഈ എൻ്റെ കൂടെ കോളേജ് പഠിച്ച സുഹൃത്തുക്കളുടെ കാര്യം പറയുമ്പോൾ അവരൊക്കെ അത്യാവശ്യം ഇന്ന് വലിയ നിലയിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ടും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പെയ്ഡ് പ്രൊമോഷനൊക്കെ കിട്ടി ഒരുപാട് ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളൊക്കെ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം അവർക്കത് ഇഷ്ടമല്ല, അവർക്കതൊന്നും ഇഷ്ടമല്ല, നമ്മൾ ചെയ്യണതൊന്നും അവരുടെ കണ്ണി പിടിക്കില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഇന്ന് ഞാനൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. എൻ്റെ അടുത്തൊരു കുട്ടി വന്നു, ഒരു സാധനങ്ങൾ ഇങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഈ പ്രോഡക്റ്റ് എടുക്കണം 150. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പലതും അവസാനം ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്ന് ആ കുട്ടീനെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഈ സാധനം വാങ്ങുന്നത്? ഇതിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ നമുക്കറിയില്ലല്ലോ, എന്ത് തരം പ്രോഡക്റ്റാണെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കിത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ പിന്നീട് എക്സിബിഷനുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റോള് തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവർക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു സംഭവം ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഇത് നമ്മുടെ WP5 വരുന്നുണ്ട്, നമ്മുടെ ഹംസഫറാണ് വരുന്നത്. തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ.
തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ആണ് പോയത്. നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. ടുഡേ വി ആർ അറ്റ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ആൻഡ് വി ആർ ഗോയിങ് ടു കവർ അവർ ട്രെയിൻ ദാറ്റ് ഈസ് 56317 ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. So a day before yesterday I have a bad experience in that train. The bad experience was that a person was smoking when I was standing at the near the door, because the train was full at that time, and there was no seat available in the general coach. So the person who was standing near me was smoking a cigarette, and after he was continuing to use cigarette in the train, and the main reason after that, sometimes I look at him, and he gone away from me, and he went into the toilet, and there he smoked. First of all, the main thing is that you have no right to smoke in train. If anybody sees that, or anybody capture your video while you are smoking or drinking or using any other other substances that are banned in Indian Railway, you will have to pay fine. So please don't use this kind of things during your traveling, especially in train journeys. Do not drink, or do not use alcohol, or do not smoke, or do not use any other drugs that are illegal in trains, that are not allowed in Indian Railways. So kindly please don't do this, because there are a lot of rules and regulations in Indian Railways. So if you do this kind of things, if anybody report this, you will have to face the consequences. You will not have any excuses in that thing. What railway is saying, you should obey that. You should not disturb the other passengers in the train. You have no right to do that, no? Why are you I don't know why Indians do like these things, Not only this is in Kerala, this is Kerala, and I am from Kerala, but here also so many people do many things that we should not do. Track crossing, they don't use track, they don't use platform, or they don't use overbridge. They use the tracks to cross, and suddenly a train comes. It is difficult to hold them. They can't escape from the train, no. Accident occurs in this kind of things, no. So please avoid this kind of things. Don't cross the don't cross the track, use foot overbridge, and don't smoke or drink in train, and don't use drugs in the train. That is very illegal. So if you are found doing this, railway will punish you, and the laws regarding railways are different from the law we see in our real life. So please avoid this kind of things. It is a request from me. Okay guys? Okay, then see you when our train reaches here. Okay? അപ്പോൾ ഗൈസ്, ഏതോ ഒരുവൻ അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. അവിടെ അടുത്തെത്തി. നമ്മുടെ നേത്രാവതിയാണോ? അല്ല, സാധാരണ ഹിമസാഗർ എക്സ്പ്രസ്.
നമ്മുടെ നേത്രാവതി പോയിട്ടില്ല കേട്ടോ.